ഹായ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ജൂലൈ 31 അല്ലെങ്കിൽ ആഗസ്റ്റ് 31 നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകളുടെ കേസിൽ. അപ്പോൾ ബിസിനസ് ഇൻകം ഒന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലാണ് ജൂലൈ 31 വരുന്നത്. അതല്ല, നിങ്ങൾക്കൊരു ബിസിനസ് ഇൻകം ഉണ്ട്. ബിസിനസ് ഇൻകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണ്, ഇൻട്രാഡേ അല്ലെങ്കിൽ FNO ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോരുത്തർക്കും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാ സംശയങ്ങളും നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് അഞ്ജു ആണ്, എൻ്റെ ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ വെൽക്കം അഞ്ജു. താങ്ക് യു സർ. ഇപ്പോൾ മുൻപത്തെ ഫിനാൻഷ്യൽ ഇയേഴ്സിലൊക്കെ NRI ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ആൾ റെസിഡൻ്റായി. കറൻ്റ്ലി ആ NRI ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ബാങ്കിൽ നിന്ന് അതിലിപ്പോൾ ഒരു ഇൻറ്റിമേഷൻ വന്നു, അത് മെച്യൂർ ആയതിനു ശേഷം നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് മാറ്റിയാൽ മതി എന്നുള്ളത്. അങ്ങനെയുള്ളൊരു കേസിൽ പറയുമ്പോൾ ആൾ റെസിഡൻ്റാണ്, ആ ഫിനാൻഷ്യൽ ഇയർ റെസിഡൻ്റാണ്, സ്റ്റിൽ ആ ഡെപ്പോസിറ്റ് NRI ഡെപ്പോസിറ്റാണ്. അങ്ങനെ ഒരാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റിനെ നമ്മൾ എങ്ങനെയായിരിക്കും ആളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക? നമ്മൾ സിംപ്ലി നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം NRI FD ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻട്രസ്റ്റ് എക്സെപ്റ്റഡ് ആണ്. പക്ഷേ അവിടെ ക്വസ്റ്റ്യൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ഹീ ഈസ് എലിജിബിൾ ടു ഹോൾഡ് ദാറ്റ് NRI FD എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ RBIയുടെ പോളിസി പ്രകാരം ഒരാൾ പെർമനൻറ്റ് റെസിഡൻസിനായിട്ട്, അതായത് അവിടുത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് വരികയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഈ NRI FDകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് റെസിഡൻറ്റ് FD ആയിട്ട് മാറ്റണം എന്നാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ദെൻ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ് FD എന്നുള്ളൊരു ആംഗിളിൽ. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻ്റാണ്, ഇവിടെ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് NRI FD ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ NRI FD എന്ന് ഇപ്പോൾ ഇപ്പോൾ 1 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കും NRI FDയിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ റെസിഡൻ്റാണ്, നമ്മൾ ഫയൽ ചെയ്യുന്നത് റെസിഡൻ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമേ അദ്ദേഹത്തിൻ്റെ വരുമാനമുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം കാണിച്ചിട്ട് എന്ത് ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യും. ചിലപ്പോൾ ടാക്സ് ഒന്നും വരില്ല. എന്നിരുന്നാൽ പോലും അതാണ് കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഫയലിംഗ് മെക്കാനിസം. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റെസിഡൻറ്റ് സ്റ്റാറ്റസിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ 12 ലക്ഷം വരെ എന്തുണ്ട്, എക്സംപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 1 കോടി അല്ലെങ്കിൽ ഇവിടെ 2 കോടിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 6% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. അപ്പോൾ അതിലങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടു എ സേഫർ സൈഡ് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ആര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ഏത് ഫോം ചൂസ് ചെയ്യണം, ഇനി ഓരോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇപ്പോൾ ITR 1, 2, 3, 4 അതേപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചില ട്രാൻസാക്ഷൻസ് ഇത്തിരി ഹെവി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഗോൾഡ് വിൽക്കുമ്പോൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം വിൽക്കുമ്പോഴൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഇൻകം ടാക്സുകാർ പിടിക്കാനായിട്ട് സാധ്യതയുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കോ പ്രൊഫഷണൽസിനോ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ടാക്സ് പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തിടുക. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടാകും. മിക്കവാറും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഞങ്ങൾ അതിന് റിപ്ലൈ തരാം. നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.